ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രമോല് കാണിച്ചിട്ടുള്ളത് വിനീതിൻ്റെയും ഗംഗയുടെയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും പ്രണയത്തിലാവുന്ന കുറച്ച് ഭാഗങ്ങൾ. ഇതേ സമയം യമുനയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറ്റാതെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാണ്. അപ്പോൾ ക്ലാസ്സിൽ പുറത്താക്കുന്ന സമയത്ത് ജയപാലിൻ്റെ മകൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശാൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പൈസ കൊടുക്കാതെ, അതായത് ഫീസ് കൊടുക്കാത്തതുകൊണ്ട് പുറത്താക്കി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെ വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കമ്മലോ എന്തെങ്കിലും പണയം വെച്ചിട്ട് ഫീസ് അടയ്ക്കാമെന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട് എൻ്റെ ചെയ്യും പണയം വയ്ക്കാം, എന്നിട്ട് ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫീസൊക്കെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇതേ സമയം കാവേരി ആണെന്നുണ്ടെങ്കിൽ ആ തോട്ടത്തിൻ്റെ ഉടമയെ കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു തോട്ടത്തിൻ്റെ മുതലാളിയെ കണ്ടെത്താണ്. കാരണം ആ തോട്ടത്തിൻ്റെ മുതലാളിയെ കണ്ടെത്തിയാൽ മാത്രമേ പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിവിനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്ഥലവും അതുപോലെ തന്നെ ഉടമയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം കാവേരി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് ജയപാലനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. ആ തോട്ടം ഇപ്പോൾ ജയപാലിൻ്റെ പേരിലേക്ക് ആക്കാനുള്ള പ്ലാനൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ കാവേരി ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ ഡയറി ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴയൊരു പെട്ടിയാണ്. അപ്പോൾ അതിന് പഴയ പെട്ടിയിൽ നിന്നെടുത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കാവേരിക്ക് ഒരു ഡയറി കിട്ടുകയാണ്. ആ ഡയറിയിലാണെന്നുണ്ടെങ്കിൽ കൊടുത്ത പണത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജയപാലിൻ്റെ കയ്യിൽ കൊടുത്ത അത്രയും പണത്തിൻ്റെ കണക്കൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ജയപാലിൻ്റെ അടുത്തേക്ക് കാവേരി ചെന്ന് ചോദ്യം ചെയ്യാണ്. ഈ ചോദ്യം ചെയ്യൽ പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടാവുമ്പോൾ അയാൾ കാവേരിനെ തല്ലാനായിട്ട് കൈ പൊക്കുമ്പോൾ കൈ പിടിച്ച് തടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജയപാലിൻ്റെ കള്ളത്തരം മുഴുവനും പൊളിഞ്ഞ് വീഴാണ്. ജയപാലിനാണ് അരവിന്ദനെ ചതിച്ചതെന്നുള്ള കാര്യം കാവേരിക്ക് അവിടെ നിന്നും മനസ്സിലാവാണ്. ഇത്ര പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.